ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് +2 കെമിസ്ട്രിയിലെ 13ാമത്തെ ചാപ്റ്റർ അമീൻസ്. ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ളതിൽ പ്രധാനമായിട്ട് 4 ചാപ്റ്ററാണുള്ളത്. ഹാലോ ആൽക്കേൻ ആൻഡ് ഹാലോ അറീൻ, ആൽക്കഹോൾ, ഫിനോൾ, ഈതർ, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്, അമീൻസ്. 4 ചാപ്റ്ററാണ്. അപ്പോൾ അതിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള അമീൻസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കറിയാം അമോണിയ, നിങ്ങൾക്കറിയാം എന്താണ് അമോണിയയുടെ ഫോർമുല. അമോണിയയുടെ ഫോർമുല NH3 എന്നുള്ളതാണ്. അമോണിയയുടെ ഫോർമുല എന്താണ്? NH3. ഇതാണ് അമോണിയ. ഈ NH3-ലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് പകരം ആൽക്കൈൽ ഗ്രൂപ്പുകൾ വരും. ആൽക്കൈൽ ഗ്രൂപ്പിന് നമ്മൾ സാധാരണ R എന്നാണ് സൂചിപ്പിക്കുക. ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈനിൽ നിന്നും ഒരു ഹൈഡ്രജൻ കുറയുമ്പോഴാണ് ആൽക്കൈൽ എന്ന് പറയാം. ഇപ്പം മീഥൈൽ ഗ്രൂപ്പ്, ഈഥൈൽ, പ്രൊപ്പൈൽ തുടങ്ങിയ ആൽക്കൈൽ ഗ്രൂപ്പ് കടന്നു വരാം. ഏതിനെ റീപ്ലേസ് ചെയ്തിട്ട്? ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ആൽക്കൈൽ ഗ്രൂപ്പ് കടന്നു വരാം അമോണിയയുടെ കേസിൽ. അപ്പോഴാണ് നമ്മളതിനെ അമീൻ എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അമീൻസ് ആർ ദ ഡെറിവേറ്റീവ് ഓഫ് അമോണിയ. അമീൻ എന്താണ്? അമോണിയയുടെ ഡെറിവേറ്റീവ് ആണ്. അമീൻസ് ആർ ദ ഡെറിവേറ്റീവ് ഓഫ് അമോണിയ. ഇനി നമുക്ക് ഇപ്പം ഇത് NH3 അമോണിയ, ഇതിൽ ഒരു ഹൈഡ്രജന് പകരം ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു എന്ന് വിചാരിക്കാം. ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു ഹൈഡ്രജൻ പോയാൽ ബാക്കി NH2. ഒരു ഹൈഡ്രജൻ പോയി പകരം ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, RNH2 എന്ന് എഴുതാം. R എന്തൊക്കെയാകാം? R മേ ബി CH3, C2H5 എക്സെട്ര അല്ലെ. എന്താകാം? ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മീഥൈൽ, ഈഥൈൽ, പ്രൊപ്പൈൽ, ബ്യൂട്ടൈൽ എക്സെട്ര എന്തും ആകാം. അപ്പോൾ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് പകരം ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് കൊണ്ടുവന്നു. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. ഇതിൽ നിന്ന് ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് വീണ്ടും അതിന് പകരം ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? RNHR എന്ന് കിട്ടും. RNHR അല്ലെങ്കിൽ R2NH എന്ന് പറയാം. R2NH കേട്ടോ. അതിനെ തന്നെ എങ്ങനെ പറയാം? R2NH. 2 Rഉം ഒരു NHഉം. മൂന്നാമത്തെ ഒരു കേസിൽ ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് വീണ്ടും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വരിക. അപ്പം എന്താ വരിക? RNR. ഈ ഹൈഡ്രജന് പകരം ഒരു ആൽക്കൈൽ ഗ്രൂപ്പും കൂടെ വന്നു. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. R3N എഴുതാം. R3N. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അമീനുകളെ നമുക്ക് പല രൂപത്തിലേക്ക് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീനുകളായിട്ട് അവരെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ RNH2 എന്നുള്ള ഫോം ഉണ്ടെങ്കിൽ അവിടെ ആകെ ഒരു ഹൈഡ്രജനെ മാത്രമേ റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ, പകരം ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. RNH2 എന്നുള്ള ഫോം ഉണ്ടെങ്കിൽ അത്തരം അമീനെ പറഞ്ഞ പേരാണ് പ്രൈമറി അമീൻ. RNH2 എന്താണ്? പ്രൈമറി അമീൻ. ഇനി R2NH എന്നുള്ള ഫോം വന്നാൽ R2NH 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നൈട്രജനോട് കൂടെ ഒരു ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ, അത് നോക്കിയാൽ മതി. R2NH എന്നുള്ള ഫോം വന്നാൽ അതിനെ പറയുന്ന പേര് സെക്കൻഡറി അമീൻ. R2NH ആണെങ്കിൽ സെക്കൻഡറി അമീൻ. മൂന്നാമത്തെ കേസിലോ N മാത്രമേ ഉള്ളൂ, ഹൈഡ്രജൻ തന്നെ ഇല്ല. കാരണം അമോണിയയിലെ 3 ഹൈഡ്രജനും പകരം ആര് വന്നു? 3 ആൽക്കൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ R3N എന്നുള്ള ഫോം ആണെങ്കിൽ നമുക്കതിനെ വിളിക്കാം ടെർഷറി അമീൻ. അതിനെന്താ വിളിക്കുക? ടെർഷറി അമീൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമീൻസ് ആർ ദ ഡെറിവേറ്റീവ് ഓഫ് അമോണിയ. അമോണിയയിലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് പകരം ആൽക്കൈൽ ഗ്രൂപ്പ് കൊണ്ടുവരാം. അങ്ങനെയാണ് അമീൻ ഉണ്ടാവുക.
ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറി അമീൻ അല്ലെ. ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുമ്പോഴാണ് NH3 എന്തായത്, NH2 ആയത്. അപ്പോൾ RNH2 എന്നുള്ള ഫോം പ്രൈമറി അമീൻ. 2 ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തു ഇതിൽ നിന്ന്, അപ്പോൾ R2NH എന്നുള്ള ഫോം കിട്ടും, ദാറ്റ് ഈസ് സെക്കൻഡറി അമീൻ. 3 ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ R3N എന്നുള്ള ഫോം കിട്ടും, അതിനെന്ത് വിളിക്കാം, ടെർഷറി അമീൻ എന്നും വിളിക്കാം. ഓക്കെ. പിന്നെ നമുക്ക് അവിടെ ചെറിയൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ R2 അല്ലെങ്കിൽ R3 ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിൽ ഈ ആൽക്കൈൽ ഗ്രൂപ്പ് സെയിം ആണ് വിചാരിക്കാം അല്ലെ. R2NH എന്നൊക്കെ പറയുമ്പോഴേ 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പം 2ഉം മീഥൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ 2ഉം ഈഥൈൽ ഗ്രൂപ്പ്, അങ്ങനെ സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മളതിനെ സിമ്പിൾ അമീൻ എന്ന് വിളിക്കും. സിമ്മട്രിക്കൽ അമീൻ അല്ലെങ്കിൽ സിമ്പിൾ അമീൻ. സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ അതിനെ പറഞ്ഞ പേരെന്താണ്, സിമ്പിൾ അമീൻ. സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ സിമ്മട്രിക്കൽ ഓർ സിമ്പിൾ അമീൻ. സിമ്മട്രിക്കൽ ഓർ സിമ്പിൾ അമീൻ. ഇഫ് ദ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആർ ഡിഫറെൻറ്റ്, സെക്കൻഡറിയിലും ടെർഷറിയിലൊക്കെയാണ് അത്തരം കേസ് ഉണ്ടാവുള്ളൂ. ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് അൺസിമ്മട്രിക്കൽ ഓർ മിക്സഡ് അമീൻ എന്ന് വിളിക്കും. അൺസിമ്മട്രിക്കൽ ഓർ മിക്സഡ് അമീൻ. ഇഫ് ദ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആർ ഡിഫറെൻ്റ് ആൽക്കൈൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് അൺസിമ്മട്രിക്കൽ ഓർ മിക്സഡ് അമീൻ. അൺസിമ്മട്രിക്കൽ ഓർ മിക്സഡ് അമീൻ. അപ്പോൾ അമീനുകളെ നമുക്ക് സിമ്മട്രിക്കൽ അമീനും അൺസിമ്മട്രിക്കൽ അമീനും ആയിട്ട് വേർതിരിക്കാം. അത് സെക്കൻഡറി ടെർഷറി അമീനുകൾ എടുക്കുമ്പോൾ സെയിം ആൽക്കൈൽ ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ നമ്മളതിനെ സിമ്മട്രിക്കൽ ഓർ സിമ്പിൾ അമീൻ എന്നും, ഡിഫറെൻ്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് വരുന്നുണ്ടെങ്കിൽ അൺസിമ്മട്രിക്കൽ ഓർ മിക്സഡ് അമീൻ എന്നും വിളിക്കാം. ദെൻ നോമൻക്ലേച്ചർ. അമീനുകൾക്ക് എങ്ങനെയാണ് പേര് കൊടുക്കുക? ഇപ്പോൾ നമുക്കറിയാം കോമൺ നെയിം ഉണ്ട്, IUPAC നെയിം ഉണ്ടാവും. അതിൽ പേര് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഒരു കോമ്പൗണ്ടായിട്ട് ഞാൻ എഴുതി CH3NH2. കോമൺ നെയിം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആൽക്കൈൽ അമീൻ എന്നുള്ള ഫോം ഉപയോഗിക്കും. ആൽക്കൈൽ അമീൻ. ഇവിടെ ഏതാണ് ആൽക്കൈൽ ഗ്രൂപ്പ്? ഒരു കാർബൺ ആറ്റമാണുള്ളത്, അപ്പം മീഥൈൽ. അപ്പോൾ ഇതിൻ്റെ കോമൺ നെയിം എന്താണ്? മീഥൈൽ അമീൻ. കോമൺ നെയിം വരുമ്പോൾ ആൽക്കൈൽ അമീൻ എന്നുള്ള ഫോമാണ് എടുക്കുക. അപ്പോൾ അതിൻ്റെ പേര് മീഥൈൽ അമീൻ. അപ്പോൾ ഇതിൻ്റെ കോമൺ നെയിം മീഥൈൽ അമീൻ. IUPAC നെയിം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആൽക്കാൻ അമീൻ എന്നാണ് പറയുക. ആൽക്കാൻ അമീൻ. അത് മീഥൈൻ CH3 ഒക്കെ ആണെങ്കിലും നമ്മളത് മീഥൈൻ ആയിട്ടാണ് പരിഗണിക്കുക. ANE എന്നുള്ള രൂപത്തിലാണ് അമീന് പേര് കൊടുക്കും നോക്കുക. കാരണം ആൽക്കാൻ അമീൻ എന്നുള്ള ഫോമാണ് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ IUPAC നെയിമിങ് എന്താ വരിക? ഒരു കാർബണാറ്റമാണുള്ളത്, ഒരു കാർബണാറ്റമുള്ള അമീനാണ്. സോ ഇറ്റ്സ് IUPAC നെയിം ഈസ് മെത്താനമീൻ. IUPAC നെയിം എന്താണ് വരിക? മെത്തനമീൻ. കോമൺ നെയിം ആൽക്കൈൽ അമീൻ എന്നുള്ള ഫോം, IUPAC നെയിം ആൽക്കാൻ അമീൻ എന്നുള്ള ഫോം. അപ്പം മെത്താനമീൻ. ഓക്കെ. രണ്ടാമത്തെ നോക്ക്, CH3CH2NH2. 2 കാർബണാറ്റമുള്ള ആൽക്കൈൽ ഗ്രൂപ്പാണ്. ശ്രദ്ധിക്കേണ്ടത് ഇവിടെ NH2 എന്നുള്ള ഫോം ഉണ്ട്. NH2 ഉണ്ടായതുകൊണ്ട് ഇത് പ്രൈമറി അമീനാണ്. NH2 ഉണ്ട്, സോ ഇറ്റ് ഈസ് പ്രൈമറി. NH2 ഉണ്ട്, അതുകൊണ്ട് ഇതെന്താണ്? പ്രൈമറി. NH മാത്രമേ ഉള്ളൂ, സോ ഇറ്റ് ഈസ് സെക്കൻഡറി. ഇവിടെയും NH ആണുള്ളത്, അതുകൊണ്ട് ഇതെന്താണ്? സെക്കൻഡറി അമീനാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ എണ്ണം നോക്കിയിട്ട് നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഒക്കെ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇവിടെ CH3CH2NH2 ഏതാണ് ആൽക്കൈൽ ഗ്രൂപ്പ്? ഈഥൈൽ അല്ലേ. CH3CH2 എന്ന് പറഞ്ഞാൽ 2 കാർബണാറ്റുള്ള ആൽക്കൈൽ ഗ്രൂപ്പാണ്. അപ്പം ഈഥൈൽ. അപ്പം എന്താ കോമൺ നെയിം വരിക? ഈഥൈൽ അമീൻ. കോമൺ നെയിം ഈഥൈൽ അമീൻ. IUPAC നെയിം എന്തായിരിക്കും? എത്താനമീൻ. IUPAC നെയിം
എത്താനമീൻ. കോമൺ നെയിം ഈഥൈലമീൻ, IUPAC നെയിം എത്താനമീൻ. അടുത്ത നോക്ക്, CH3 CH3 ഹിയർ NH2. നോക്കുക, നമ്മൾ ഈ NH2 എന്നുള്ളത് എത്രാമത്തെ കാർബൺ ആറ്റത്തിലാണ് നോക്കുക. അപ്പം ഇവിടുന്ന് ഇതൊരു ലോങ്ങസ്റ്റ് ചെയിൻ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബണിലാണ് ആരുള്ളത്? NH2. ഇനി ലോങ്ങസ്റ്റ് ചെയിൻ ഇങ്ങനെ എടുത്തു. അപ്പോൾ നോക്ക്, ഫസ്റ്റ് സെക്കൻഡ് കാർബണിൽ ആരുണ്ട്? NH2. സെക്കൻഡ് കാർബൺ സെൻട്രൽ കാർബണും കൂടെ ആയിട്ട് വരികയാണെങ്കിൽ കോമൺ നെയിമിൽ ആ നമ്പറിനെ നമ്മൾ ഐസോ എന്നാണ് കൊടുക്കുക. ഐസോ. സെക്കൻഡ് കാർബൺ സെൻറ്റർ കാർബണും കൂടെ ആണെങ്കിൽ അതെന്താണ്? ഐസോ. അപ്പം ഇനി എന്ത് ചെയ്യുക? 1 2 3 3 കാർബണാറ്റ് ഉണ്ട്. 3 കാർബണാറ്റുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേരെന്താ? പ്രൊപ്പൈൽ. അപ്പോൾ കോമൺ നെയിം കൊടുക്കുമ്പോൾ ഐസോ പ്രൊപ്പൈൽ അമീൻ. ഐസോ പ്രൊപ്പൈൽ അമീൻ. ഐസോപ്രൊപ്പൈൽ അമീൻ. IUPAC നെയിമിലേക്ക് വരുമ്പോൾ എന്താ വരിക? രണ്ടാമത്തെ പൊസിഷനിലാണ് അമീൻ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇവിടെ 3 കാർബണാറ്റം ഉണ്ട്. അപ്പോൾ പ്രൊപ്പാൻ അമീൻ വരും. പൊസിഷൻ നമ്പർ എത്രയാണ്? 2. അപ്പോൾ നമ്മൾ IUPAC നെയിം വരുമ്പോൾ 2 പ്രൊപ്പാനമീൻ. 2 പ്രൊപ്പാനമീൻ. 2 പ്രൊപ്പാനമീൻ. ഓക്കെ. അടുത്ത് നോക്ക്, CH3 twice NH. CH3 twice NH. NH അപ്പോൾ ഏതാണ്? സെക്കൻഡറി അമീനാണ്. CH3 twice NH എന്ന് പറയുമ്പോൾ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? CH3 2 അപ്പോൾ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ 2 മീഥൈൽ ഗ്രൂപ്പുള്ള അമീനാണ് വരിക. അപ്പോൾ നമ്മളെങ്ങനെ പേര് കൊടുക്കണം? കോമൺ നെയിം ആണെങ്കിൽ 2 മീഥൈൽ ഗ്രൂപ്പ്, അപ്പോൾ ഡൈ മീഥൈൽ എന്ന് കൊടുക്കണം. ആ കോമൺ നെയിമിൽ ഡൈ മീഥൈൽ അമീൻ. ഡൈ മീഥൈൽ അമീൻ. IUPAC നെയിം ആണെങ്കിൽ എന്താ വരിക? IUPAC നെയിം ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ CH3 twice NH എന്നുള്ളതിന് CH3 NH CH3 അങ്ങനെ എഴുതാം അല്ലേ? CH3 NH CH3. എന്നിട്ട് സപ്പോസ് ഇങ്ങനെ NH CH3. ഓക്കെ, അതാണ് CH3 twice NH എന്ന് പറഞ്ഞാൽ. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ NH ഏതെങ്കിലും ഒരു കാർബണോട് കൂടെ കൂട്ടിച്ചേർക്കുക. എപ്പോഴും കൂട്ടിച്ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ 2 ഭാഗത്തും ഒരൊറ്റ കാർബൺ വീതമാണുള്ളത്, അതുകൊണ്ട് എങ്ങോട്ടും കൊടുക്കാം. പിന്നെ ഒരു മീഥൈലും ഈഥൈലൊക്കെ വരികയാണെങ്കിൽ കാർബണാറ്റം എണ്ണം കൂടിയതിനോട് കൂടെയാണ് NH ചേർത്തി കൊടുക്കേണ്ടത്. അപ്പോൾ എന്താ പേര് വരിക? ഇതൊരു ബ്രാഞ്ചായിട്ട് കാണാം, ഇതതിൻ്റെ ഒരു ചെയിനായിട്ടും കാണാം. അപ്പോൾ അതിൻ്റെ IUPAC നെയിം എന്ത് വരും നോക്കി? ഇത് ബ്രാഞ്ചാണെങ്കിൽ മീഥൈൽ. പിന്നെ ഇതിനെന്താ പറയുക? ഒരു കാർബണാറ്റമുള്ള അമീൻ, മെത്താനമീൻ. മീഥൈൽ മെത്താനമീൻ. ഈ മീഥൈൽ ഗ്രൂപ്പ് ആരായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? N, നൈട്രജനായിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ IUPAC നെയിം വരുന്നത് N മീഥൈൽ മെത്തനമീൻ. N methyl methanamine. N methyl methanamine. Then CH3NH C2H5. അപ്പോൾ നോക്ക്, അതേപോലത്തെ ഒരു കോമ്പൗണ്ടിനെയാണ് CH3NH C2H5. ഒരു ഭാഗത്ത് മീഥൈൽ ഗ്രൂപ്പ്, ഒരു ഭാഗത്ത് ഈഥൈൽ ഗ്രൂപ്പ്. അപ്പോൾ NHന് നമ്മൾ ആരെ കൂടെ ചേർത്തി പറയണം? NHന് നമ്മൾ ആരെ കൂടെ ചേർത്തി പറയേണ്ടി വരിക? ഈഥൈലിനോട് കൂടെ, കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം കൂടുതലുള്ളതിനോട് കൂടെ കൂട്ടിച്ചേർക്കണം. ഇതിനെ ബ്രാഞ്ചായിട്ടും കാണണം. ഏതിൽ വരുമ്പോൾ IUPACയിൽ. കോമൺ നെയിമിൽ അത്ര വിഷയമൊന്നുമില്ല. കോമൺ നെയിമിൽ എന്താ വരിക? ഒരു മീഥൈലുണ്ട്, ഒരു ഈഥൈലുണ്ട്, അമീനുണ്ട്. മീഥൈലും ഈഥൈലും ആരാ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം? ഇ അല്ലേ? എമ്മിനേക്കാളും ആദ്യം വരിക ആരാണ്? ഇ. അപ്പോൾ ഇതിൻ്റെ കോമൺ നെയിം വരിക ഈഥൈൽ, പിന്നെ മീഥൈൽ അമീൻ. ഈഥൈൽ മീഥൈൽ അമീൻ. IUPAC നെയിം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടി വരിക? മീഥൈൽ ബ്രാഞ്ചായിട്ട് എടുക്കുക,
ഇത് ലോങ്ങസ്റ്റ് ചെയിൻ ആയിട്ടും എടുക്കാം. അപ്പോൾ ഈ മീതയിൽ ഈ എന്നിനോട് കൂടെ കൂടിച്ചേരാം. അപ്പോൾ എൻ മീതൈൽ എത്താനമീൻ, എൻ മീതൈൽ എത്താനമീൻ. അപ്പോൾ IUPAC നെയിം ഈസ് എൻ മീതൈൽ എത്താനമീൻ, എൻ മീതൈൽ എത്താനമീൻ. ഓക്കെ. അപ്പോൾ കോമൺ നെയിമിൽ ആൽക്കൈൽ അമീൻ എന്നുള്ള ഫോം എടുക്കും. IUPAC നെയിം ആണെങ്കിൽ ആൽക്കാൻ അമീൻ എന്നുള്ള ഫോം എടുക്കും. C2H5 NH C2H5 എന്താ പേര് വരിക? C2H5 NH C2H5. കോമൺ നെയിം എന്തായിരിക്കും? നമുക്ക് രണ്ട് ഭാഗത്തും C2H5 ആണുള്ളത്. ഈഥൈൽ ഗ്രൂപ്പ്, രണ്ട് ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ എന്ത് കൊടുക്കണം? ഡൈ ഈഥൈൽ അമീൻ, ഡൈ ഈഥൈൽ അമീൻ. IUPAC നെയിം എന്താ വരിക? ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം? ബ്രാഞ്ചായിട്ട് കാണിക്കണം, ഒന്ന് ലോങ് ചെയിൻ ആയിട്ടും കാണിക്കണം. രണ്ടും സെയിം ആൽക്കൈൽ ഗ്രൂപ്പാണ്, അതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടൊന്നും വരില്ല. അപ്പോൾ എന്ത് പേര് വരും? ഈ ഈഥൈൽ അറ്റാച്ച് ചെയ്യണത് നൈട്രജനേറ്റാണ്. സോ എൻ ഈഥൈൽ എത്താനമീൻ, എൻ ഈഥൈൽ എത്താനമീൻ. ഓക്കെ. ദെൻ CH3 thrice N. പ്രൈമറിയാ സെക്കൻഡറിയാ ടെർഷറിയാ വരിക? N ആണുള്ളത്. അപ്പോൾ എന്ത് വരും? N ആണുള്ളെങ്കിൽ എന്താ വരിക? ടെർഷറി അല്ലേ? NH2 ആണെങ്കിൽ പ്രൈമറി, NH ആണെങ്കിൽ സെക്കൻഡറി, N മാത്രമാണെങ്കിൽ ടെർഷറി. അപ്പോൾ ഇതിൻ്റെ കോമൺ നെയിമിലേക്ക് വരുമ്പോൾ 3 മീഥൈൽ ഗ്രൂപ്പുള്ള അമീനാണ്. 3 മീഥൈൽ ഗ്രൂപ്പുള്ള അമീനാണ്. സോ കോമൺ നെയിം ഈസ് ട്രൈ. 3 ആണെങ്കിൽ ട്രൈ എന്നാണല്ലോ കൊടുക്കുക. അപ്പോൾ ട്രൈ മീഥൈൽ അമീൻ. കോമൺ നെയിം ഈസ് ട്രൈ മീഥൈൽ അമീൻ. IUPAC നെയിം എന്താ വരിക? IUPAC നെയിം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം CH3 3 ഒരു എന്നും. അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് എഴുതി വെക്കാം. ഇതൊരു N, ഒരു CH3, ഒരു CH3, ഒരു CH3 അല്ലേ? CH3 thrice N. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത് 3 ഒരേ ആൽക്കൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാർബണിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? നൈട്രജനെ ചേർത്തി പറയാം. ഏതെങ്കിലും ഒരു കാർബണിലേക്ക് നൈട്രജനെ ചേർക്കാം. ബാക്കി 2 CH3 ബ്രാഞ്ചായിട്ടും കാണാം. 2 CH3 ബ്രാഞ്ചായിട്ടും കാണാം. ഏതെങ്കിലും ഒരു കാർബണിലേക്ക് എന്ത് ചെയ്യുക? ഇതിനെ ചേർത്തി പറയാം. അപ്പോൾ എന്താ നമ്മൾ IUPAC നെയിം വരിക? ഒരു മീഥൈൽ അല്ല. അപ്പോൾ 2 മീഥൈൽ ഗ്രൂപ്പ് വരുന്നത് എവിടേക്കാണ്? നൈട്രജനിലേക്കാണ്. പിന്നെ ബാക്കി എന്താണ്? മെത്താനമീനാണ് വരുന്നത്. അപ്പോൾ നൈട്രജനിലേക്ക് 2 മീഥൈൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക: N അടുത്തതും N. 2 മീഥൈൽ വരുന്നുണ്ട്. അപ്പോൾ NN ഡൈ മീഥൈൽ, പിന്നെ മെത്താനമീൻ, NN ഡൈമീഥൈൽ മെത്താനമീൻ, NN ഡൈമീഥൈൽ മെത്താനമീൻ. ഓക്കെ. അത് C2H5 thrice N എങ്ങനെയായിരിക്കും? ചെറിയ വ്യത്യാസമുള്ളൂ. ഇവിടെ മീഥൈൽ, ഇവിടെ ഈഥൈൽ. അപ്പോൾ കോമൺ നെയിമിൽ എന്ത് കൊടുക്കാം? ട്രൈ ഈഥൈൽ അമീൻ, ട്രൈ ഈഥൈൽ അമീൻ. IUPAC നെയിം നമുക്ക് ഇതേ രൂപത്തിൽ തന്നെ കൊടുക്കാം: NN ഡൈ ഈഥൈൽ. മീഥൈലിന് പകരം ഈഥൈലായി, എത്ര വ്യത്യാസമുള്ളൂ? NN ഡൈ ഈഥൈൽ എത്താനമീൻ, NN ഡൈ ഈഥൈൽ എത്താനമീൻ. ഇങ്ങനെയാണ് നമ്മൾ ആലിഫാറ്റിക് അമീനുകൾക്ക് കോമൺ നെയിമും IUPAC നെയിമും ഒക്കെ കൊടുക്കുക. ഇങ്ങനെയാണ്. ഇനി നമുക്ക് ആരോമാറ്റിക് അമീനുകൾക്ക് എങ്ങനെയാണ് പേര് കൊടുക്കാൻ നോക്കാം. ശ്രദ്ധിക്കുക, ആരോമാറ്റിക് അമീൻ എന്ന് പറഞ്ഞാൽ ഒരു ബെൻസീൻ റിങ്ങിനോട് കൂടെ എന്ത് ചെയ്യുക? ഒരു NH2 വരിക. ബെൻസീൻ റിങ്ങിനോട് കൂടെ NH2 വന്നാൽ അതിൻ്റെ പേരെന്താ? നമുക്ക് ബെൻസീൻ റിങ്ങിനോട് കൂടെ NH2 വരിക. അതാണല്ലോ ആരോമാറ്റിക് അമീൻ എന്ന് പറഞ്ഞാൽ. NH2 നമുക്കറിയാം. ബെൻസീൻ എന്ന് പറയുമ്പോൾ C6H6 ആണ്. അതിലത്തെ ഒരു ഹൈഡ്രജൻ പോയിട്ട് പകരം NH2 വരും.
അതായത് C6H5NH2, അതാണ് ഈ വരച്ചിട്ടുള്ളത്. ഇതിൻ്റെ പേരെന്താ? C6H5NH2ൻ്റെ പേര് ബെൻസീൻ അമീൻ. ബെൻസീൻ അമീൻ. പക്ഷെ അതിൻ്റെ കോമൺ നെയിം അനിലിൻ എന്നുള്ളതാണ്. കോമ്പൗണ്ട് ഏതാണ്? ബെൻസീൻ അമീനാണ്. ബെൻസീൻ്റെ അമീനാണ് ബെൻസീൻ അമീൻ. കോമൺ നെയിം എന്താണ്? അനിലിൻ. ബെൻസീൻ അമീൻ കോമൺ നെയിം. ചേർക്കുമ്പോൾ ഈ വേണ്ട, ഒന്നിച്ചൊരു പേരാണ് കേട്ടോ. ബെൻസീൻ അമീൻ, ഇറ്റ്സ് കോമൺ നെയിം ഈസ് അനിലിൻ. അപ്പോൾ അനിലിൻ എന്നുള്ള പേരിലാണ് നമ്മളിത് പറയാം, അനിലിൻ. ഇനി നമുക്ക് ഇതിൻ്റെ വേറൊരു ഡെറിവേറ്റീവ് നമുക്ക് വരച്ചു നോക്കാം. അപ്പോൾ നോക്കി, ഈ NH2 ഇല്ലേ, ആ 2 NH2നെ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കാം. ഒരാളെ പെടുന്ന ഒഴിവാക്കി, ഒരാളെ പെടുന്ന ഒഴിവാക്കി. എന്നിട്ട് 2 സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യാം? ഓരോ CH3 ഗ്രൂപ്പ് കൊണ്ടുവരാം, ആൽക്കൈൽ ഗ്രൂപ്പ് കൊണ്ടുവരാം. ഇത് ടെർഷറി ആണ്, നിങ്ങൾക്ക് അറിയണം കേട്ടോ. N ഉണ്ടെങ്കിൽ അതെന്താണ്? ടെർഷറി ആണ്. NH2 ആണെങ്കിൽ എന്താണ്? പ്രൈമറി ആണ്. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇനി ഇതിൻ്റെ പേര് നമ്മൾ എന്താ കൊടുക്കുക? ബെൻസീൻ്റെ മേലെ NCH3 ട്വൈസ്. ഇതിൻ്റെ പേരെന്തായിരിക്കും? ഇത് മീഥൈൽ ഗ്രൂപ്പല്ലേ വരുന്നത്? 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഡൈമീഥൈൽ. രണ്ടും വരുന്നത് കൊടുക്കുക നൈട്രജനിലേക്കാണ്. അപ്പോൾ N ഡൈമീഥൈൽ. ബാക്കി പേരെന്താ? അനിലിൻ. നൈട്രജൻ അടക്കമുള്ള പേരാണ് അനിലിൻ. അപ്പോൾ NN ഡൈമീഥൈൽ അനിലിൻ. NN ഡൈമീഥൈൽ അനിലിൻ. ഓക്കെ, നമുക്ക് അടുത്തൊരു കോമ്പൗണ്ട് വരച്ച് നോക്കാം. അപ്പം ഇത് NH2, ഇവിടെ ഒരു Br, അഗെയിൻ Br. എന്തായിരിക്കും? അല്ല, അനിലിൻ്റെ ഡെറിവേറ്റീവാണ് വരുന്നത്. NH2ന് നമ്പർ 1 കൊടുത്താൽ ഇത് പൊസിഷൻ 2, 3, 4, 5, 6. ഇപ്പം എന്താ പേര് വരിക? 2, 4, 6 ട്രൈബ്രോമോ. 3 ബ്രോമിനുണ്ട്. സോ ട്രൈബ്രോമോ, ബാക്കി അനിലിൻ. 2, 4, 6 ട്രൈബ്രോമോ അനിലിൻ. 2, 4, 6 ട്രൈബ്രോമോ അനിലിൻ. 2, 4, 6 ട്രൈബ്രോമോ അനിലിൻ. ഓക്കെ, അപ്പോൾ അറൈൽ അമീനുകൾക്ക് നമ്മൾ പേര് കൊടുക്കുക. അനിലിൻ്റെ ഡെറിവേറ്റീവ്സ് ആയിട്ടാണ് നമ്മൾ പേര് കൊടുക്കുക. അനിലിൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? C6H5NH2. അതിനെ നമ്മൾ ഇങ്ങനെ കാണിക്കുക, C6H5NH2 അനിലിൻ. ബെൻസീൻ അമീൻ, അതിൻ്റെ കോമൺ നെയിമാണ് അനിലിൻ. നെക്സ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് അമീൻസ്. അമീൻസിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ആദ്യം അമീൻ ഉണ്ടാക്കുന്നത് ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് എങ്ങനെ അമീൻ ഉണ്ടാക്കാം നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹാലോ ആൽക്കൈനെയാണ് എന്തെന്ന് വിളിക്കുക? ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്, നമ്മളൊരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കാം, C2H5I, ഈഥൈൽ അയഡൈഡ് എടുത്തു. ഈ ഈഥൈൽ അയഡൈഡിന് നമ്മൾ അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്യാം, NH3യുമായിട്ട് റിയാക്ട് ചെയ്യാം. ഈഥൈൽ അയഡൈഡിനെ ആൽക്കഹോളിക് അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീനുകൾ പ്രോഡക്റ്റായിട്ട് കിട്ടുന്നു. ഇപ്പോൾ C2H5I ട്രീറ്റഡ് വിത്ത് അമോണിയ. എങ്ങനെ റിയാക്ഷൻ നടക്കുക നോക്ക്. NH3യിലെ ഒരു ഹൈഡ്രജനും ഈ അയഡിനും കൂടെ കൂടിച്ചേരും. എന്തുണ്ടാവുക? ഹൈഡ്രജനും അയഡിനും കൂടെ കൂടിച്ചേർന്നാൽ ഹൈഡ്രജൻ അയഡൈഡ് HI പ്ലസ്. ഇനി ആരാ ബാക്കിയുള്ളത്? C2H5. ഇവിടെ എത്ര ഉണ്ട്? NH2. C2H5 NH2. അപ്പോൾ HI പ്ലസ് C2H5 NH2. C2H5 NH2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് എ പ്രൈമറി അമീൻ അല്ലേ? C2H5 NH2 എന്താണ്? പ്രൈമറി അമീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. ഇനി നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പിൽ നമ്മൾ റിയാക്ഷൻ നടക്കുന്നത്, ആൽക്കൈൽ ഹാലൈഡ് എടുത്തു, C2H5I,
പ്ലസ് നമ്മൾ ഈ കിട്ടിയ പ്രൈമറി അമീനുമായിട്ട് റിയാക്ട് ചെയ്യാം. C2H5NH2 ഗീവ്സ് എന്താ കിട്ടുക? ഇതിലത്തെ ഒരു ഹൈഡ്രജനും ഈ അയഡിനും കൂടെ കൂടിയിട്ട് എന്തുണ്ടാവുന്നു? HI ഉണ്ടാകുന്നു, ഹൈഡ്രജൻ അയഡൈഡ്. പ്ലസ് ബാക്കിയാണുള്ളത് C2H5 വീണ്ടും C2H5NH. അപ്പോൾ രണ്ട് C2H5ഉം NHഉം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം, C2H5 ട്വൈസ് NH. NH എന്നുള്ള ഫോം കിട്ടി. അപ്പോൾ ഏതാ അമീന? NH ആണെങ്കിൽ സെക്കൻഡറി അമീൻ. NH ആണെങ്കിൽ ഏതാണ്? സെക്കൻഡറി അമീൻ. ഇനി നമ്മൾ ടെർഷറി അമീൻ ഉണ്ടാക്കാൻ വേണ്ടി ഈ പ്രോഡക്റ്റിനെയാണ് ഉപയോഗിക്കുന്നത്. ഏത് വെച്ച് റിയാക്ട് ചെയ്യും? ആൽക്കൈൽ ഹാലൈഡായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ നോക്ക്, C2H5I പ്ലസ് ദിസ് സെക്കൻഡറി അമീൻ C2H5 ട്വൈസ് NH. എന്താ കിട്ടുക? ഈ എച്ചും ഈ ഐയും കൂടെ കൂടിയിട്ട് എന്തുണ്ടാവും? HI, ഹൈഡ്രജൻ അയഡൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. പ്ലസ് C2H5 ട്വൈസ് NH. H ഇല്ല, N. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? C2H5 ത്രൈസ് N. C2H5 ത്രൈസ് N. ഏതാ കിട്ടി? We get tertiary amine as the product. ഈ ടെർഷറി അമീനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ആൽക്കൈൽ ഹാലൈഡായിട്ട് റിയാക്ട് ചെയ്യുക. ടെർഷറി അമീനെ വീണ്ടും നമ്മൾ ആൽക്കൈൽ ഹാലൈഡായിട്ട് ഒന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. നോക്കൂ, C2H5I പ്ലസ് C2H5 ത്രൈസ് N. ഇപ്പം എത്ര C2H5 ആയി? 4 അല്ലേ? ഇവിടെ അയഡിനെ കൊണ്ടുപോകാൻ ഇതിൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ അവിടെ സംഭവിക്കുന്നത് C2H5 4 ടൈംസ്, പിന്നെ ഇവിടെ N ഉണ്ട്, I ഉണ്ട്. അയഡിനാണ് അവിടെ മോർ ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ I മൈനസ് ആയിട്ട് നിൽക്കും, N പ്ലസ് ആയിട്ട് നിൽക്കും. അപ്പോൾ എന്താ വരിക? C2H5 4 ടൈംസ് N പ്ലസ് I മൈനസ്. ഇതിനെ പറഞ്ഞ പേര് ക്വാർട്ടേർണറി അമോണിയം അയഡൈഡ്, അല്ലെങ്കിൽ ക്വാർട്ടേർണറി അമോണിയം സാൾട്ട് എന്ന് വിളിക്കാം. അപ്പോൾ ടെർഷറി അമീനെ ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ക്വാർട്ടേർണറി അമോണിയം സാൾട്ട് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ക്വാർട്ടേർണറി അമോണിയം സാൾട്ട് എന്ന് പറയാം കോമൺ ആയിട്ട് കേട്ടോ. ക്വാർട്ടേർണറി അമോണിയം സാൾട്ട്, ക്വാർട്ടേർണറി അമോണിയം സാൾട്ട് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. അമീൻ പ്രിപ്പയർ ചെയ്യാനുള്ള അടുത്ത മെത്തേഡ് ഫ്രം നൈട്രോ കോമ്പൗണ്ട്സ്. നൈട്രോ കോമ്പൗണ്ടുകളിൽ നിന്നും എങ്ങനെയാണ് അമീൻ ഉണ്ടാക്കാം? അപ്പോൾ നമുക്ക് ഒരു നൈട്രോ കോമ്പൗണ്ട് എടുക്കാം. C2H5NO2, നൈട്രോ ഈഥൈൻ C2H5NO2. ഇതിന് നമ്മൾ എന്താക്കണം? അമീനാക്കി മാറ്റണം. അപ്പോൾ ഈ NO2 എന്നുള്ളത് NH2 ആയ എന്തായി? അമീനായി അല്ലേ? ഓക്സിജൻ അവിടുന്ന് പോവുകയും ചെയ്തു, ഹൈഡ്രജൻ വരും ചെയ്തു. ഈ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഓക്സിജൻ ഇതിനെ വിളിക്കുന്ന പേരെന്താ? റിഡക്ഷൻ എന്നാണ് വിളിക്കുക. റിഡക്ഷൻ. അപ്പോൾ റിഡക്ഷൻ നടത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഹൈഡ്രജനെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ റിഡക്ഷൻ നടക്കുന്നു എന്നുള്ള മീനിങ് ആണ്. ഹൈഡ്രജൻ ഇങ്ങനെ എഴുതിയ മീനിങ് എന്താണ്? റിഡക്ഷൻ നടക്കുന്നു. അപ്പം നൈട്രോ കോമ്പൗണ്ടിനെ റിഡക്ഷൻ നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? അമീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ നല്ല റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിക്കേണ്ടി വരും. ഒരു നല്ല റെഡ്യൂസിങ് ഏജൻ്റ് ആണ് സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് HCl. സിങ്ക് ബാർ HCl, ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ഈ റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിച്ച് റിഡക്ഷൻ നടക്കാം. റിഡക്ഷൻ നടക്കുമ്പോൾ NO2 എന്താവണം? NH2 ആയിട്ട് മാറണം. NO2 NH2 ആവണം. അപ്പോൾ ഏതാ പ്രോഡക്റ്റ്? C2H5NH2. C2H5NH2 പ്ലസ് ഈ ഓക്സിജൻ പോണ്ടേ? 2 ഓക്സിജൻ ഉണ്ട്. 2 ഓക്സിജൻ പോവുക എന്ന് പറഞ്ഞാൽ അത് വാട്ടറിൻ്റെ ഫോമിലാണ് പോവുക. വാട്ടറിൻ്റെ ഫോമിൽ പോവുക, 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എത്ര വാട്ടർ വേണ്ടി വരും?
2H2O. ഇപ്പോഴല്ലേ 2 ഓക്സിജൻ ആവാ, 2H2O. ഇനി ശ്രദ്ധിക്കുക, ഇപ്പൊ ടോട്ടൽ എത്ര ഹൈഡ്രജൻ ഇവിടെ ആഡ് ചെയ്യേണ്ടി വന്നു ഈ റിയാക്ഷനിലെ? നോക്ക്, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 4 ഹൈഡ്രജൻ, ടോട്ടൽ 6 ഹൈഡ്രജൻ നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നു. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, 6 എന്ന് കൊടുക്കാം. അപ്പോൾ C2H5NO2 പ്ലസ് 6 ഹൈഡ്രജൻ. ഇവിടെ 6 കൊടുത്തില്ല വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, കാരണം ഇങ്ങനെ ഹൈഡ്രജന് സ്ക്വയർ ബ്രാക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ റിഡക്ഷൻ എന്നാണ്. അപ്പോൾ എത്രയാണ് ആവശ്യമുള്ളത് അത്രയും എടുക്കാമെന്നാണ് മീനിങ്. അപ്പോൾ റിഡക്ഷൻ നടന്നു. ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് ബാർ HCl we get C2H5NH2, that is a primary amine plus water molecule. ഓക്കെ, അപ്പോൾ അതേപോലെയാണെങ്കിൽ ഈ നൈട്രോബെൻസീനെ നമുക്ക് എന്ത് ചെയ്യണം, അനിലിനാക്കി മാറ്റണം. എന്താ ചെയ്യാം, നൈട്രോബെൻസീൻ NO2 അല്ലെ, നൈട്രോബെൻസീൻ. അനിലിൻ എന്ന് പറയുമ്പോൾ എന്ത് വേണം, ഇവിടെ NH2 എന്നാവണം. ബെൻസീൻ റിങ്ങിൻ്റെ കൂടെ NH2 വരുമ്പോഴാണ് എന്ത്, അനിലിൻ. അപ്പോൾ O2 മാറിയിട്ട് H2 വരണം. എന്താ ചെയ്യുക, മുകളിൽ ചെയ്ത അതേ റിയാക്ഷൻ തന്നെ നടത്തുക. ഏതാ, റിഡക്ഷൻ നടത്തി. റിഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഹൈഡ്രജൻ എന്ന് കാണിക്കുന്നത്. ഏതാ റെഡ്യൂസിങ് ഏജൻറ്റ്, സിങ്ക് ബാർ HCl ഇതന്നെ ഉപയോഗിക്കാം. ഒരുപാട് റെഡ്യൂസിങ് ഏജന്റ് ഉണ്ട്. ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് HCl ഉണ്ട്. പിന്നെ ഹൈഡ്രോജനേഷൻ നടത്താം അല്ലേ, നിക്കൽ ബാർ H2, ഇതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം സിങ്ക് ബാർ HCl തന്നെ ഉപയോഗിക്കുക. കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ്, അവിടുത്തെ NO2 എന്തായിട്ട് മാറി, NH2 ആയിട്ട് മാറി. ഇതിനെ അനിലിൻ എന്ന് വിളിക്കും. പിന്നെ ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, അപ്പോൾ അത് 2 വാട്ടർ മോളിക്യൂളായി പോട്ടെ. 2H2O ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, 6 ഹൈഡ്രജൻ എന്ന് കൊടുക്കാം. അങ്ങനെ നൈട്രോ കോമ്പൗണ്ടിനെ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പ്രൈമറി അമീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു മെത്തേഡ് നോക്കുന്നത് ആൽക്കൈൽ സയനൈഡിൽ നിന്നും ഐസോസയനൈഡിൽ നിന്നൊക്കെ എങ്ങനെയാണ് അമീൻ ഉണ്ടാക്കുക നോക്കാം. ഫ്രം ആൽക്കൈൽ സയനൈഡ് ആൻഡ് ഐസോസയനൈഡ്, ആൽക്കൈൽ സയനൈഡിൽ നിന്നും ഐസോസയനൈഡിൽ നിന്നൊക്കെ എങ്ങനെ അമീൻ ഉണ്ടാക്കാം നോക്കൂ. ആൽക്കൈൽ സയനൈഡ് എന്ന് പറഞ്ഞാൽ CH3CN ആൽക്കൈൽ സയനൈഡ്. ഐസോസയനൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഫോമാണ് CH3NC. NC എന്ന് എഴുതിയാൽ ഐസോസയനൈഡ്, CN എന്ന് എഴുതിയാൽ സയനൈഡ്. അപ്പോൾ ഇത് ആൽക്കൈൽ സയനൈഡ്, ഇത് ആൽക്കൈൽ ഐസോസയനൈഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ അമീൻ ഉണ്ടാക്കണം. എന്താ ചെയ്യാം, അമീൻ ഉണ്ടാവണമെങ്കിലേ ഇപ്പോൾ CH3 CH2 NH2 ഇങ്ങനെ ഉണ്ടായാൽ പോരെ. CH3 CH2 NH2. അപ്പോൾ ഇവിടേക്ക് എന്ത് ചെയ്യണം, ഹൈഡ്രജൻ ആഡ് ചെയ്യണം. ഹൈഡ്രജൻ ആഡ് ചെയ്യണതിനെ നമ്മൾ എന്താ വിളിക്കുക, റിഡക്ഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക, റിഡക്ഷൻ നടത്തുക. ഹൈഡ്രജൻ ആഡ് ചെയ്യുക, അതായത് റിഡക്ഷൻ. ഇവിടെ റിഡക്ഷൻ നടക്കുന്നത് ഇൻ പ്രസൻസ് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ആൽക്കഹോൾ. സോഡിയം മെറ്റൽ ഇൻ പ്രസൻസ് ഓഫ് ആൽക്കഹോൾ. നമ്മൾ ആദ്യം ആൽക്കൈൽ സയനൈഡിനെയാണ് റിഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ CH3 CH2 NH2 അങ്ങനെ കിട്ടും. CH3 CH2 NH2 CH3 CH2 NH2. അതായത് ആൽക്കൈൽ സയനൈഡിനെ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, NH2 എന്നാണ് ആ പ്രൈമറി അമീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ആൽക്കൈൽ സയനൈഡ് റിഡക്ഷൻ നടത്തിയാൽ വി ഗെറ്റ് പ്രൈമറി അമീൻ. ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ നമ്മൾ CH2 NH2 4 ഹൈഡ്രജൻ ആഡ് ചെയ്തു. അപ്പോൾ ബാലൻസ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ 4 എന്ന് കൊടുക്കാം. ഇനി CH3NC അത് നമ്മൾ എന്ത് ചെയ്യണം, റിഡക്ഷൻ നടത്തുക ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ആൻഡ് C2H5OH. സോഡിയം മെറ്റൽ ഇൻ പ്രസൻസ് ഓഫ് ആൽക്കഹോൾ റിഡക്ഷൻ നടത്തുക. അപ്പോൾ എന്തായിരിക്കും വരിക, ഇവിടെ NC എന്നാണ്.
അപ്പോൾ നൈട്രജൻ്റെ കൂടെ ഹൈഡ്രജൻ വരും, പിന്നെ കാർബണിൻ്റെ കൂടെയും ഹൈഡ്രജൻ വരും. ശ്രദ്ധിക്കുക, കാർബൺ ഒരു എൻഡിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കാർബണിൻ്റെ വാലൻസി ലെവൽ ചെയ്യണമെങ്കിൽ CH3 അവസാനിക്കാൻ പാടുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ നോക്കാം. CH3 N തൽക്കാലം അവിടെ നിർത്തുക. CH3 നോക്ക്, ശരിക്കും NH2 CH2 4 ഹൈഡ്രജനാണ് വേണ്ടത്. അതിൽ 3 ഹൈഡ്രജൻ കാർബണിൻ്റെ കൂടെ വന്നു, അപ്പോൾ ഒരു ഹൈഡ്രജൻ ഇയാളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ NH CH3 NH CH3 NH എന്നുള്ള ഫോം വന്നാൽ ഏത് അമീന? NH വന്നു കഴിഞ്ഞാൽ സെക്കൻഡറി അമീൻ. NH വന്നാൽ ഏതാണ്? സെക്കൻഡറി അമീൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആൽക്കൈൽ സയനൈഡ് റിഡക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ പ്രൈമറി അമീൻ. ഐസോസയനൈഡ് റിഡക്ഷൻ നടത്തിക്കഴിഞ്ഞാലോ സെക്കൻഡറി അമീൻ. ആൽക്കൈൽ സയനൈഡ് റിഡക്ഷൻ നടത്തിയാൽ പ്രൈമറി അമീനും ഐസോസയനൈഡ് റിഡക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ സെക്കൻഡറി അമീനും നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ. ഫ്രം അമൈഡ്, അമൈഡിൽ നിന്ന് എങ്ങനെയാണ് അമീൻ ഉണ്ടാക്കാം നോക്കാം. ഏതാണ് അമൈഡ് എന്ന് പറഞ്ഞാൽ? അമൈഡ് എന്ന് പറഞ്ഞാൽ RCONH2 എന്നുള്ള ഫോമാണ്. RCONH2 R എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ്, പിന്നെ CONH2 ഉള്ളതിനെയാണ് നമ്മൾ അമൈഡ് എന്ന് വിളിക്കുക. ഇപ്പോൾ സപ്പോസ് CH3CONH2 ഇതൊരു അമൈഡാണ്. RCONH2 എന്നുള്ള ഫോം, അതായത് CH3CONH2. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന്, ഈ അമൈഡിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കണം? അമീൻ ഉണ്ടാക്കണം. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അമീൻ ഉണ്ടാക്കണമെങ്കിൽ ഈ ഓക്സിജൻ പോയിട്ട് പകരം ആര് വന്നാൽ മതി? H2 വന്നാൽ പോരെ. CH3CH2NH2 അങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഹൈഡ്രജൻ ആഡ് ചെയ്യാണ് വേണ്ടത്. ഹൈഡ്രജൻ ആഡ് ചെയ്യണതിന് നമ്മൾ പറഞ്ഞ പേരെന്താ? റിഡക്ഷൻ എന്നാണ് വിളിക്കുക. റിഡക്ഷൻ നടക്കാനുള്ള റെഡ്യൂസിങ് ഏജൻ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ആൽക്കഹോൾ, അല്ലെ? ആൽക്കഹോൾ C2H5OH ഒക്കെ ഉപയോഗിക്കാം. സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ആൽക്കഹോൾ. അങ്ങനെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ CO എന്നുള്ളത് എന്തായിട്ട് മാറും? CH2 എന്നായിട്ട് മാറും. ഈ O എന്ത് ചെയ്യും? H2O ആയിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മളെ പ്രോഡക്റ്റ് ഏതാ? CH3CH2NH2 പ്ലസ് H2O ആയിട്ട് പോകണം. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടേക്ക് 2 ഹൈഡ്രജൻ ആഡ് ചെയ്തു. ഓക്സിജൻ വാട്ടർ ആയിട്ട് പോവുകയാണെങ്കിൽ 2 ഹൈഡ്രജനും കൂടെ വേണം. അപ്പോൾ ടോട്ടൽ നമ്മളിവിടെ 4 ഹൈഡ്രജൻ ആഡ് ചെയ്തു. CH3CONH2 റിഡക്ഷൻ നടത്തിക്കഴിയുക. ആരെ പ്രസൻസിലെ റിഡക്ഷൻ? സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ആൽക്കഹോൾ. വി ഗെറ്റ് എ പ്രൈമറി അമീൻ ആസ് ദി പ്രോഡക്റ്റ്. പ്രൈമറി അമീൻ എന്ത് ചെയ്യും? പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. ഓക്കെ. ഇനി നമുക്ക് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്, ഒരു നെയിം റിയാക്ഷനാണ്. ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. അമൈഡിൽ നിന്നുള്ള റിയാക്ഷൻ തന്നെയാണ് ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. ഈ ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷനിൽ നമ്മൾ ചെയ്യുന്നത്, ആദ്യം നമ്മളൊരു അമൈഡ് എടുക്കും. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു അമൈഡ് എടുക്കാം. C2H5CONH2 അമൈഡ് എടുത്തു. ഈ അമൈഡ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ ആൻഡ് ആൽക്കലി. അമൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ ആൻഡ് ആൽക്കലി. അമൈഡ് ആരായിട്ടാണ് ട്രീറ്റ് ചെയ്യണത്? ബ്രോമിനുമായിട്ടും അതേപോലെ തന്നെ ആൽക്കലി, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള ആൽക്കലിയുമായിട്ടും ആരുടെ റിയാക്ഷൻ നടക്കുന്നു? അമൈഡ്. വെൻ ആൻ ആസിഡ് അമൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ ആൻഡ് ആൽക്കലി, അങ്ങനെ റിയാക്ഷൻ നടന്നു. റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു പ്രൈമറി അമീനാണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ആ പ്രൈമറി അമീൻ്റെ പ്രത്യേകത, ഇപ്പം ഇവിടെ നോക്ക്, ഈ ഒരു അമൈഡിൽ എത്ര കാർബണാറ്റ് ഉണ്ട്? ഇവിടെ 2ഉം ഇവിടെ 1ഉം, 3 കാർബണാറ്റ് ഉണ്ടല്ലോ. ആ അമൈഡിലുള്ളതിനേക്കാളും ഒരു കാർബണാറ്റം കുറവുള്ള പ്രൈമറി അമീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. 1 കാർബണാറ്റം ലെസ് ദാൻ ഇൻ ദ അമൈഡ്. അമൈഡിലുള്ളതിനേക്കാളും ഒരു കാർബണാറ്റം കുറവുള്ള അമീനാണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ഇപ്പോൾ ഇവിടെ 3 കാർബണാറ്റ് ഉണ്ട്, അപ്പോൾ 2 കാർബണാറ്റുള്ള അമീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഏതാ കിട്ടുക? C2H5NH2. C2H5NH2. പിന്നെ ശ്രദ്ധിക്കേണ്ടത്,
പൊട്ടാസ്യവും ബ്രോമിനും കൂടി ചേർന്നിട്ട് KBr പൊട്ടാസ്യം ബ്രോമൈഡ് ഉണ്ടാവും. പൊട്ടാസ്യം ബ്രോമൈഡ് KBr. ശ്രദ്ധിക്കുക, ഇവിടെ 2 Br ഉണ്ട്, അതുകൊണ്ട് 2KBr. പിന്നെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുക, ഇവിടെ സിയും ഓയൊക്കെ ഉണ്ടല്ലോ, ഇവിടെ സി ഉണ്ട്, ഓ ഉണ്ട്, ഇവിടെ ഓ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ചിട്ട് K2CO3 പൊട്ടാസ്യം കാർബണേറ്റ് K2CO3 അത് ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ 4 പൊട്ടാസ്യം വേണം, 4KOH എന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ when an acid amide treated with bromine and alkali we get primary amine as the product. That primary amine contain 1 carbon atom less than that in the amide. അമൈഡിലുള്ളതിനേക്കാളും 1 കാർബൺ ആറ്റം കുറവുള്ള പ്രൈമറി അമീനാണ് എന്ത് ചെയ്യുക, പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. അമൈഡിലുള്ളതിനേക്കാളും 1 കാർബൺ ആറ്റം കുറവുള്ള പ്രൈമറി അമീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. ഇതിനെയാണ് നമ്മൾ ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ എന്ന് പറയാം. അതായത് വെൻ ആൻ ആസിഡ് അമൈഡ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ ആൻഡ് ആൽക്കലി എ പ്രൈമറി അമീൻ വിത്ത് 1 കാർബൺ ആറ്റം ലെസ് ഈസ് ഫോംഡ്. With 1 carbon atom less is formed. This is known as Hofmann bromamide reaction. Hofmann bromamide reaction. ഇനി നമുക്ക് പ്രിപ്പറേഷൻ മെത്തേഡിൽ ഒരൊറ്റ മെത്തേഡും കൂടിയാണ് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നെയിം റിയാക്ഷൻ തന്നെയാണ്. ഏതാണെന്ന് നോക്കാം. അടുത്ത മെത്തേഡിൻ്റെ പേരാണ് ഗബ്രിയേൽ താലിമൈഡ് റിയാക്ഷൻ. ഗബ്രിയേൽ താലിമൈഡ് റിയാക്ഷൻ. ഗബ്രിയേൽ താലിമൈഡ് റിയാക്ഷനിലൂടെ എങ്ങനെയാണ് നമ്മൾ പ്രൈമറി അമീൻ ഉണ്ടാക്കാം, ജസ്റ്റ് നമുക്ക് നോക്കാം. അതിനാദ്യം താലിമൈഡ് എന്നുള്ള കോമ്പൗണ്ട് എടുക്കണം. താലിമൈഡ് എന്നുള്ള കോമ്പൗണ്ട് ഇങ്ങനെയാണ് വരയ്ക്കുക. താലിമൈഡ് വരയ്ക്കണത് ഒരു ബെൻസീൻ റിംഗ് വരക്കണം. ഇവിടെ ഒരു CO, ഇവിടെയും CO. NH ഇതിൻ്റെ പേരാണെന്ത്, താലിമൈഡ്. ബെൻസീൻ റിംഗ്, പിന്നെ മേലക്കും താഴേക്കും ഓരോ CO, NH. ഇതാണ് താലിമൈഡ്. ഇറ്റ്സ് നെയിം ഈസ് താലിമൈഡ്. എഴുതുമ്പോൾ PH ഒക്കെ ഉണ്ടാവും, പക്ഷെ PH സൈലൻ്റ് ആയിട്ടാണ് നമ്മൾ പറയാം, താലിമൈഡ്. ഈ താലിമൈഡിനെ നമ്മൾ റിയാക്ഷൻ നടത്തുന്നത് ആൽക്കലിയുമായിട്ടാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്നുള്ള ആൽക്കലിയുമായിട്ട് റിയാക്ഷൻ നടത്താം. ആൽക്കലിയുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ ഈ OHും ഇതിലത്തെ Hഉം കൂടെ കൂടിയിട്ട് എന്തുണ്ടാവും, Hഉം OHും കൂടെ കൂടിയിട്ട് വാട്ടർ മോളിക്യൂൾ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും, H2O. ആ H2O അവിടുന്ന് പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, H2O പോയി, അതിന് -H2O എന്ന് കാണിച്ചു. ഈ H പോയ സ്ഥലത്തേക്ക് പിന്നെ ആര് കയറി വരും, ഈ K ഇങ്ങോട്ട് ഇറങ്ങി വരും. H പോയടുത്ത് ആര് വരും, K വരും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കിട്ടും. CO NK എന്ന് വരും, NK. H പോയടുത്ത് കാര്യം വന്നു, K വന്നു, അപ്പോൾ നമുക്ക് CO അവിടെ NK എന്ന് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ പേരെന്താ, ആ പ്രോഡക്റ്റിൻ്റെ പേര് പൊട്ടാസ്യം താലിമൈഡ് എന്നാണ് വിളിക്കുക. പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്ന താലിമൈഡ്. സോ ഇറ്റ്സ് നെയിം ഈസ് പൊട്ടാസ്യം താലിമൈഡ്. ഈ പൊട്ടാസ്യം താലിമൈഡിലേക്ക് നമ്മൾ ഒരു ആൽക്കൈൽ ഹാലൈഡ് ആഡ് ചെയ്യാം. നമ്മൾ ആഡ് ചെയ്യണത് C2H5Br. C2H5Br ഈഥൈൽ ബ്രോമൈഡ് ആഡ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഈ Br-ഉം ഈ Kയും Br-ഉം കൂടെ കൂടിയിട്ട് എന്തുണ്ടാവും, പൊട്ടാസ്യം ബ്രോമൈഡ് അവിടെ നിന്ന് പോകും. അപ്പോൾ -KBr. ഇനി ആ പൊട്ടാസ്യം പോയ സ്ഥലത്ത്, K പോയ സ്ഥലത്തേക്ക് ആരാ വരിക, C2H5 വരും. അപ്പോൾ K പോയ സ്ഥലത്തേക്ക്
C2H5 വരും. നമുക്കിവിടെ വരച്ചു നോക്കാം. NC2H5 ഇവിടെ CO, താഴേക്ക് CO, മേലേക്ക് CO, NC2H5. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? N ആൽക്കൈൽ താലിമൈഡ്. N ആൽക്കൈൽ താലിമൈഡ്. N ആൽക്കൈൽ താലിമൈഡ്. ഇറ്റ്സ് നെയിം ഈസ്, അവിടെ ഈഥൈലാണ്. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യാം? N ഈഥൈൽ താലിമൈഡ് എന്ന് തന്നെ വേണമെങ്കിൽ കൊടുക്കാം. N ഈഥൈൽ താലിമൈഡ്. N ഈഥൈൽ താലിമൈഡ്. ഈ N ഈഥൈൽ താലിമൈഡിന് നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തുക, അതായത് H2O ആഡ് ചെയ്യാം. N ഈഥൈൽ താലിമൈഡിനെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ നമുക്ക് കിട്ടുക C2H5N-ഉം 2 ഹൈഡ്രജനും കൂടെ വന്നിട്ട് C2H5NH2 ഒരു പ്രൈമറി അമീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. C2H5NH2 ഹൈഡ്രോളിസിസ് നടത്തുകയാണ്. അപ്പോൾ CO എന്നുള്ളത് COOH ആയിട്ട് മാറും. ഈ CO എന്താവും? COOH ആയിട്ട് മാറും. CO എന്നുള്ളത് COOH ആയിട്ട് മാറും. ഇതെന്താവും? പ്രൈമറി അമീൻ പ്രോഡക്റ്റ് ആയിട്ടും കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു പ്രോഡക്റ്റ് C2H5NH2 പ്രൈമറി അമീൻ പ്ലസ് ഇത് CO എന്നുള്ളത് എന്താവും? COOH ആയിട്ട് മാറും. അതിന് താലിക് ആസിഡ് എന്നാണ് വിളിക്കുക കേട്ടോ. ഈ പ്രോഡക്റ്റ് ഞാൻ ഇതിന് ശേഷമുള്ള പ്രോഡക്റ്റ് ഞാൻ ഇവിടെ എഴുതുകയാണ്. COOH, ഇവിടെയും COOH. COOH, ഇവിടെയും COOH. ഈ പ്രോഡക്റ്റിൻ്റെ പേരെന്താണ്? താലിക് ആസിഡ്. താലിക് ആസിഡ്. ഈ പ്രോഡക്റ്റിൻ്റെ പേര് താലിക് ആസിഡ്. ഓക്കെ. അപ്പോൾ ഗബ്രിയേൽ താലിമൈഡ് റിയാക്ഷനിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം താലിമൈഡ് എന്നുള്ള പ്രോഡക്റ്റ് എടുത്തു, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തു, വാട്ടർ മോളിക്യൂൾ പോയി, ദെൻ വി ഗെറ്റ് പൊട്ടാസ്യം താലിമൈഡ്. പൊട്ടാസ്യം താലിമൈഡിലേക്ക് നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് ആഡ് ചെയ്തു. അപ്പോൾ എന്താ കിട്ടുക? N ആൽക്കൈൽ താലിമൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. ആൽക്കൈൽ താലിമൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി, അതിനെ ഹൈഡ്രോളിസിസ് നടത്തി, വി ഗെറ്റ് പ്രൈമറി അമീൻ. പ്രൈമറി അമീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി, പ്ലസ് ആരുണ്ടാവും? താലിക് ആസിഡും പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവും. പ്രൈമറി അമീൻ ആൻഡ് താലിക് ആസിഡ്. ഇതാണ് ഗബ്രിയേൽ താലിമൈഡ് റിയാക്ഷൻ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് അമീൻസ് എന്നുള്ള ഭാഗത്ത് പഠിക്കാനുള്ളത്.